മൂന്ന് പേരെ നിങ്ങൾക്കറിയായിരിക്കും, 3 പേരെ കൊല ചെയ്യപ്പെട്ട കേസാണ്. ഒരു 6 വർഷം മുമ്പ്, അതായത് ഈ ഫെബ്രുവരി 12 വരുമ്പോൾ 7 വർഷത്തിലേക്ക് കിടക്കുന്ന ഒരു കേസാണ്. 12/2/2018 തീയതി 3 പേരെ, അതായത് ഒരു അച്ഛൻ, അമ്മ, മകൾ, 3 പേരെ അവരുടെ അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരനായ പ്രതി വാക്കത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച കേസാണ്. ഇത് 3 ചെറിയ മക്കളുടെ മുന്നിൽ വെച്ചും ആണ് ഈ ദാരുണമായ ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ കേസിൻ്റെ ട്രയൽ ശരിക്കും പറഞ്ഞാൽ പറവൂര് സെഷൻസ് കോടതിയിൽ നടത്തേണ്ട കേസായിരുന്നു. നമ്മുടെ കുട്ടികളുടെ കോടതിയിലേക്ക് വരാനുള്ള കാരണം, ഇതിനകത്ത് ഒരു കുട്ടി 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു 307 IPC അതുകൂടി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ കോടതിയിലേക്ക് കേസ് ട്രയലിന് വന്നത്. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഈ കേസിൻ്റെ ട്രയൽ നടന്നു. പിന്നീട് ഇതിനകത്ത് പ്രധാനപ്പെട്ട തെളിവുകളെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇഞ്ചുറീസാണ്. ഇഞ്ചുറീസിൽ എല്ലാവരുടെയും ചോപ്പ് വൂൺസ് എന്ന് പറയുന്ന, അതായത് ഇൻസൈസ്ഡ് വൂൺസ്, വാക്കത്തി കൊണ്ട് സ്കള്ളും നെക്കും പൊളന്നു പോയിട്ടുള്ള മുറിവുകളാണ് 3 പേർക്കും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രതിയുടെ ഇൻറ്റൻഷൻ, അതാണ് കൊലപ്പെടുത്തുക എന്നുള്ള ഇൻറ്റൻഷൻ. തീർച്ചയായിട്ടും ഈ തെളിവിലൂടെ, ഡോക്ടറുടെ തെളിവ്, ഒരേ ഡോക്ടർ തന്നെയാണ് 3 പേരെയും പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഡോക്ടർ ഉന്മേഷാണ് ഇതിലെ അതിപ്രധാനമായ ഈ തെളിവ് കോടതി മുമ്പാകെ അവതരിപ്പിച്ചത്. ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും എക്സ്ട്രീം പെനാൽറ്റി ആയിട്ടുള്ള ഡെത്ത് പെനാൽറ്റി ഒരു മർഡർ കേസിൽ, അതായത് 33 വയസ്സുള്ള സ്മിത എന്ന് പറയുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയതിന്, അത് ഏറ്റവും ദാരുണമായിട്ടാണ്, 35 വൂൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കൊലപ്പെടുത്തിയതിനാണ് ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ബാക്കി അച്ഛൻ്റെയും അമ്മയുടെയും കൊലപ്പെടുത്തിയതിനുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷ എന്നുള്ളതാണ്. ജീവപര്യന്തം ശിക്ഷ എന്നുള്ളത് വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ല. ടിൽ ദ റിമൈനിങ് പാർട്ട് ഓഫ് ലൈഫ് ആണോ എന്നുള്ളത് കോടതി വിധി നമുക്ക് ഏതാണ്ട് കുറച്ച് കഴിയുമ്പോൾ കിട്ടും, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഹൗസ് ട്രസ്പാസ്, അതിക്രമിച്ച് കയറി ഉപദ്രവിച്ചതിനും 307 കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് 10 വർഷം അതായത് റിഗറസ് ഇംപ്രിസൺമെൻ്റാണ് എല്ലാ വകുപ്പുകളിലും ബഹുമാനപ്പെട്ട കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പിന്നെ 440 വീട്ടിൽ കയറി അതിക്രമിച്ചത്, പിന്നെ 326 അവരെ ഗ്രീവിയസ് അവരെ ഉപദ്രവിച്ച് ഹർട്ടുണ്ടാക്കിയതിന്, പിന്നെ ഈ സ്മിത എന്ന് അവർക്ക് പ്രത്യേകമായിട്ട് 324 എന്നൊരു ഒരു സെക്ഷനുണ്ട്. അത് ഈ പെണ്ണിനോടുള്ള, അത് സ്ത്രീകളോടുള്ള 2 സ്ത്രീകളുണ്ട് ഇതിനകത്ത്. ഈ 2 സ്ത്രീകളോടുമുള്ള അതിദാരുണമായ ഈ കൃത്യത്തിന് ഉള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവ്. അങ്ങനെ ടോട്ടൽ 46 വർഷം തടവാണ്. ഇതിൻ്റെ തുക, ഫൈൻ എമൗണ്ട് എന്ന് പറയുന്നത് 4,10,000 രൂപ. ഇതിൽ ഈ ടേം സെൻറ്റൻസ് ഫസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഡെത്ത് പെനാൽറ്റിയുടെ കൺഫർമേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ബാക്കി നടപടികൾ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ ഡെത്ത് പെനാൽറ്റി എക്സ്ട്രീം പെനാൽറ്റിയാണ് നമ്മൾ 302-ലും പ്രതീക്ഷിച്ചതെങ്കിലും, ഒന്നിലാണ് എങ്കിലും ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്ന ഒരു, അതിൽ തൊട്ടടുത്തുള്ള തന്നെ 2 ഈ മരണം 302-ന് ആകെ 2 ഉള്ളൂ. ഒന്ന് ലൈഫും ഒന്ന് ഈ ഡെത്താണ്. അതിൽ ഒന്നിൽ ഡെത്ത് കിട്ടിയെന്നുള്ളതിൽ തീർച്ചയായിട്ടും വളരെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇത് തന്നെയാണ് ഈ ശിക്ഷ. അത് ശരിയായ വിധിയാണ് ഈ കോടതി, ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുള്ളത്.